ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഹാമി എൻജോസ്, CSI ഹോളി ട്രിനിറ്റി ഇംഗ്ലീഷ് ചർച്ച് പാലക്കാടിലെ സഭാംഗമാണ്. ജേർണി ത്രൂ ദ സാംസിന്റെ 134 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 78 അധ്യായം 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. പഴയ നിയമത്തിലെ ഇസ്രായേലിന്റെ ചരിത്രം യഥാർത്ഥത്തിൽ എല്ലാ വിശ്വാസികളുടെയും ചരിത്രമാണ്. ഇസ്രായേലിനെ പോലെ നാമും കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് ഏറ്റവും ആവശ്യം എന്താണ്? സ്നേഹമാണോ അതോ പ്രത്യാശയാണോ? രണ്ടും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ വിശ്വാസമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നതാണ് സങ്കീർത്തനക്കാരൻ ഈ ഭാഗത്ത് പറയുന്നത്. ഇസ്രായേൽ ജനം ദൈവത്തെ വിശ്വസിച്ചില്ല. അവർ തങ്ങളുടെ പാപത്തിൽ തന്നെ ജീവിച്ചു. അതിന്റെ അനന്തരഫലം 33 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിന്റെ അതിരോളം എത്തിയിട്ടും അവർക്ക് അവിടെ കടക്കുവാൻ സാധിച്ചില്ല. ദൈവം അവരെ നയിപ്പാൻ തക്കവണ്ണം ദൈവത്തെ അവർ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് അവർ ഒരർത്ഥവുമില്ലാതെ വെറും ശൂന്യതയിൽ ഓരോ പ്രശ്നങ്ങളാൽ 40 വർഷം അല്ലെങ്കിൽ നടക്കേണ്ടി വന്നു. നിർഭാഗ്യവശാൽ ദൈവജനങ്ങളിൽ പലരും മിസ്രയീമിനും കനാനീനും മധ്യേ ജീവിക്കുന്നു. അവർ കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ടു, പക്ഷേ അവർ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചില്ല. ദൈവം ഇസ്രായേൽ ജനതയെ എത്രമാത്രം അനുഗ്രഹിച്ചു. അവർ ഭക്ഷണത്തിനായി മന്നയും കാടപ്പക്ഷിയും കൊടുത്തു, ദാഹം തീർക്കുവാൻ വെള്ളം കൊടുത്തു. എന്നാൽ അവരുടെ അവിശ്വാസം നിമിത്തം ദൈവം അവരെ അച്ചടക്കം പഠിപ്പിച്ചു. എന്നാൽ ദൈവം തന്റെ മഹാകരുണയാൽ അവരെ മടക്കി വരുത്തി. നാം ഇസ്രായേൽ ജനതയെ പോലെ ആണ്. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം ദൈവത്തെ വിശ്വസിക്കുക എന്നതാണ്. അവിശ്വാസം വിഫലതയിലേക്കും ഭയത്തിലേക്കും നടത്തുന്നു. നിങ്ങൾ ദൈവം നയിക്കുന്നതിനെ വിശ്വസിക്കുന്ന വ്യക്തിയായിരിക്കാം. ഇസ്രായേൽ ജനം ദൈവിക വാഗ്ദത്തങ്ങളെ വിശ്വസിച്ചപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവത്തിൽ ആശ്രയിക്കൂ, അനുസരിക്കൂ, വിശ്വസിക്കൂ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ തനിയെ നമ്മിൽ വന്നു ചേരും. ആമേൻ.